എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് സൺഡേ ആണ് കേട്ടോ. പള്ളിയിലൊക്കെ പോകേണ്ട ദിവസമാണ്. പള്ളിയിലൊക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തിരിച്ച് വരികയും ചെയ്യണം. കാരണം ഇന്ന് ജനൽപ്പാളികളെല്ലാം തിരിച്ച് പിടിപ്പിക്കാനായിട്ട് ആൾ വരും. അവർക്ക് ഇത് കഴിഞ്ഞ് 10 മണിക്കുള്ളിൽ പോവുകയും ചെയ്യണം. അവർക്കുണ്ട് പരിപാടികൾ ഞായറാഴ്ച പല സ്ഥലങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എത്തും, 8 മണിക്ക് മുൻപേ എത്തും, വന്ന് ഇത് പിടിപ്പിച്ച് 10 മണിക്കുള്ളിൽ തിരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പള്ളിയിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ ഒട്ടും താമസിയാതെ വീട്ടിലെത്തണം എന്നും പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുൻപ് തന്നെ മുറ്റമൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടേ പപ്പ പോവുള്ളൂ. അപ്പോൾ അടുക്കളയിൽ അത്യാവശ്യ പണികൾ ഞാനും ചെയ്ത്. ഇനി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ പഴയ ചോറ് ചൂടാക്കുക, കാപ്പി ഇടുക, ഇത്രയും 2 കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ബ്ലിങ്കിറ്റിൽ നിന്ന് ഞാൻ പാലെല്ലാം മേടിച്ച് വെച്ച്, അവർക്ക് എന്തായാലും ചായ ഉണ്ടാക്കണമെങ്കിൽ പാൽ വേണമല്ല. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ബ്ലിങ്കിറ്റിൽ ഇത്തിരി തിരക്കുള്ള സമയത്തുള്ളൂ. അപ്പോൾ ബിസി ടൈം ആണെങ്കിൽ നമ്മൾ ചാർജ് കൊടുക്കേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ 500 രൂപ അടുത്തുള്ള സാധനങ്ങൾ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് മിക്ക സൺഡേസിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ പാലെല്ലാം മേടിച്ച് വെച്ചിട്ടാണ് നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പപ്പക്ക് കുടിക്കാനുള്ള കാപ്പിയൊക്കെ എടുത്ത് വെച്ച്, അപ്പോൾ പപ്പതേ വേഗം അത് മേടിച്ചു കൊണ്ടുവന്നാണ് കേട്ടോ. പിന്നെ വേഗം കുളിച്ചൊരുങ്ങി നമ്മൾ പള്ളിയിലേക്ക് പോയിട്ടാ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബ്ലിങ്കിറ്റിൻ്റെ കവറിൽ ഹോളിയുടെ ഇതൊക്കെയാണ് കൊടുത്തേക്കണത് കേട്ടോ. അങ്ങനെ ഓരോ സീസൺ അനുസരിച്ചായിരിക്കുള്ളൂ കവറുകളിൽ പ്രിൻ്റ് വരണത്. അപ്പോൾ തൈരും കൂട്ടത്തിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. തൈര് ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് 2-3 ദിവസമൊക്കെ പുറത്ത് വെക്കും, എന്നിട്ടാണ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണത്. ഇപ്പോൾ കിട്ടുന്ന ആ സമയത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ പുളി ഉണ്ടാവില്ല. പിന്നെ ഇന്ന് പഴംപൊരി ഉണ്ടാക്കണം. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാനാണെങ്കിൽ എണ്ണയില്ല. അപ്പോൾ എണ്ണയൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ റയനും കപ്പലണ്ടിയൊക്കെ മേടിച്ച് ബിസ്ക്കറ്റ് റയൻ അങ്ങനെ കഴിച്ചില്ല കേട്ടോ. അത് ഞാനും പപ്പയാണ് കഴിച്ചത്, ഓട്സിൻ്റെ ബിസ്ക്കറ്റ്. അപ്പോൾ അത് ഒക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ്. ഇന്ന് തിരക്കായിരുന്നതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആകെ തിരക്ക് പിടിച്ചോടിപ്പോയിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ ഒരു ബുൾസയും ബ്രെഡും പപ്പക്ക് ബ്രെഡ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ബുൾസയും ബ്രെഡും വേദനയെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു തവ കുറച്ചധികം നാളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉപയോഗിക്കാതെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൽ തുരുമ്പ് വരും. അപ്പോൾ അങ്ങനെ ആ തുരുമ്പൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ മുഴുവൻ തുരുമ്പ് എന്തായാലും പോകില്ല. നമ്മൾ എത്ര തുടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്ത് പാചകം ചെയ്യും. അത് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്, പിന്നെ കുഴപ്പമില്ല. എപ്പോഴും അങ്ങനെയാണ്. ഇങ്ങനെ എനിക്ക് കമൻറ്റ് ബോക്സിലും കാണാറുണ്ട് അതിനകത്തുനിന്ന് തുരുമ്പ് പോടില്ല എന്നുള്ളത്. അപ്പോൾ തുരുമ്പ് അങ്ങനെ എല്ലാം പോകില്ല. അത് മാക്സിമം നമ്മളിങ്ങനെ തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പാചകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ തുരുമ്പ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി സവാള എന്തെങ്കിലും അതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതങ്ങോട്ട് കളയുക. അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യണത്. അപ്പോൾ ഞാനത് ഇപ്പോൾ ഏതായാലും ഒരു ബുൾസയൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം തുടച്ചൊക്കെ മാറ്റിയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പക്ക് അത് കൊണ്ടുപോയി കൊടുത്ത്. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്ക് അവർ പുറത്ത് ഉണ്ടായിരുന്നു കേട്ടോ. പള്ളിയിൽ നിന്ന് എത്തുന്ന സമയത്ത് അവർ പുറത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ പപ്പ അത് കഴിച്ചില്ല കേട്ടോ. പപ്പക്ക് കൊടുത്തെങ്കിലും അതവിടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്രെഡും പുൾസയും. കാരണം പണിക്കാരുടെ കൂട്ടത്തിൽ മോളോട് അങ്ങോട്ട് പോയി. അപ്പം ഞാൻ വേഗം പെട്ടെന്ന് തന്നെ ഇപ്പോൾ അവർക്ക് 10 മണിക്കുള്ളിൽ പോകണമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഏകദേശം ഒരു 9 മണി 9:30 എങ്കിലും ചായ കൊടുക്കണം അല്ലാന്ന് ചോദിച്ചാൽ ഞാൻ വേഗം പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ പഴംപൊരിയൊക്കെ ഇതിൽ ചൂടാറി ഇരുന്നാലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, എന്നുണ്ടെങ്കിൽ വായും പുള്ളി കഴിക്കണം. അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടാണ്. അങ്ങനെ പഴംപൊരി ആകെ 3 പഴം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഈ പഴം ഞാനങ്ങനെ ഉപയോഗിക്കാതെ എടുത്ത് പിടിച്ചു വെച്ച ഒരു പഴമാണ്. കാരണം ഇവർ ശനിയാഴ്ച വരും, വെള്ളിയാഴ്ച വരുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വരാതെ നിന്നപ്പോഴത്തേക്ക് ആ ഓരോ ദിവസവും ഈ പഴം വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാമെന്നും പറഞ്ഞാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പഴം ഫ്രഷായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ പഴുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പിടിച്ച് വെച്ചേക്കണമായിരുന്നു. ഏതായാലും ഞായറാഴ്ച ഒരു വന്ന സ്ഥിതിക്ക് നല്ല പരുവത്തിന് പഴുത്തിരിക്കണതാണ്. അപ്പോൾ പഴം ഒരുവിധം പഴുത്താലേ പഴംപൊരിക്ക് മധുരവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മിക്കവാറും ഇവിടെ പഴുക്കാതെ തന്നെയാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഏതായാലും ഇങ്ങനെ പഴുത്ത് നല്ല ടേസ്റ്റായിട്ട് പഴമായി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പഴംപൊരി ഉണ്ടാക്കിയത്. അപ്പം മൈദപ്പൊടിയും ഒരിത്തിരി കടലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഉപ്പും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെള്ളത്തിൽ നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി മനസ്സിലാവും. എനിക്ക് സ്പൂൺ വെച്ച് ബിസ്ക്കറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ കൺസിസ്റ്റൻസി മനസ്സിലാവില്ല, ലൂസായി പോകും മിക്കവാറും. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ എണ്ണയാണെന്നുണ്ടെങ്കിലും തീർന്നിരിക്കണതുകൊണ്ട് അത് പൊട്ടിച്ച് കുപ്പിയിലേക്കൊക്കെ ഒഴിച്ച് വേഗം തന്നെ പഴംപൊരിയും ഉണ്ടാക്കി.
അപ്പോൾ ഇന്ന് 2:30 മണിക്ക് എനിക്ക് പള്ളിയിലൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ 2:30 മണിക്ക് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ പതിയെ നടന്ന് അവിടെ എത്താൻ പറ്റുള്ളൂ. കാരണം ഭയങ്കര ചൂടാണ്, നമുക്ക് സ്പീഡിലൊക്കെ നടക്കുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ പണിക്കാർ ഒരു 10 മണിക്ക് മുൻപ് തന്നെ 9:45 ആയപ്പോഴത്തേനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പ മോളിൽ ഒരുപാട് ക്ലീനിങ് വർക്ക് ആയിരുന്നിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു ക്ലീനിങ് വർക്ക്. അപ്പോൾ പപ്പ അത് മൊത്തത്തിൽ ചെയ്തു. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് ചോറും കറിയൊക്കെ വെക്കാനുണ്ട്, എനിക്ക് വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, എല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടും ആൾ കേൾക്കണില്ല. എല്ലാം അവിടെ വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ പപ്പ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴില്ലേ പപ്പക്ക് ഇത്തിരി ദേഷ്യപ്രകടനമൊക്കെ വരും. എനിക്കത് ഒട്ടും തന്നെ ഇഷ്ടമല്ല. കാരണം ഒരു സമയം നമുക്ക് കിട്ടിയാലല്ലേ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പള്ളിപ്പോക്കും മുടങ്ങും, ഭക്ഷണം ഉണ്ടാക്കലും മുടങ്ങും. അതെൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ എനിക്കത് ചെയ്തേ തീരുള്ളൂ. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് ചെയ്യാം. അപ്പോൾ പപ്പക്ക് അപ്പം തന്നെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പപ്പ ഒറ്റയ്ക്ക് തന്നെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ ലീവിനൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ കുറേ ജോലികളൊക്കെ പപ്പ ഇങ്ങനെ ചെയ്യും കേട്ടോ. ലീവിന് വന്നു കഴിയുമ്പോഴത്തേക്കും കൂടി കിടക്കുന്ന ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ക്ലീനിങ് ഇതൊക്കെ ചെയ്യും. അപ്പം നമ്മളിങ്ങനെ കൂടെ പപ്പയുടെ അടുത്തുനിന്ന് പോകാൻ പാടില്ല. എപ്പോഴും നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിച്ചും ഒക്കെ നമ്മൾ ജോലി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കൂടെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ കൂടെ നിൽക്കും കേട്ടോ. കൂടെ നിൽക്കുന്ന സമയത്ത് ഞാൻ പപ്പയുടെ കൂടെയാണെന്നുള്ളത് പപ്പക്കറിയാം. പിന്നെ ഞാൻ തന്നെയാണ് പാചകം ചെയ്യേണ്ടതെന്നും പപ്പക്കറിയാം. എങ്കിലും ഒന്നിച്ച് തന്നെ പണിയും കഴിഞ്ഞിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞിട്ട് ഊണെടുക്കാമെന്ന് പറയും. അപ്പം ഞാൻ പറയും പപ്പക്ക് ഒരു ഭാര്യയുള്ളൂ, 2 ഭാര്യയില്ല. ഇപ്പം പറയണതനുസരിച്ചിട്ട് ഒരു ഭാര്യ കിച്ചണിൽ നിന്ന് പാചകം ചെയ്യുന്നുണ്ട്, ഒരു ഭാര്യ കൂടെ സപ്പോർട്ട് ചെയ്യാനും നിൽക്കുന്നുണ്ട്. ഇതാണല്ലോ പപ്പ ഇവ പറയണത്. ഞാൻ തന്നെയല്ലേ പാചകം ചെയ്യാനുള്ള കാലത്ത് മുതൽ പപ്പയുടെ കൂടെ എന്നെ പിടിച്ച് നിർത്തിയിട്ട് പാചകം ചെയ്ത് ഊണെടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാണ്, ഇങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പപ്പക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കില്ല. പപ്പയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അത് പപ്പക്ക് സന്തോഷമാണ്. ബാക്കിയുള്ള പണികളൊക്കെ പപ്പ മറന്ന്. പക്ഷേ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് എന്തോരം പണികൾ ഒരു വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് പപ്പക്ക്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഹെൽപ്പ് ചെയ്യാൻ പോയില്ല കേട്ടോ. അങ്ങനെ ഞാൻ പഴംപൊരിയും ചായയൊക്കെ കൊടുത്ത് അവർ പണിയെല്ലാം കഴിഞ്ഞ് സ്ഥലം വിട്ടേട്ടാ. അപ്പോൾ ഞാൻ ഉച്ചക്കുള്ള പാചകത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ അഗാരോൻ്റെ മൾട്ടിക്കെറ്റിലൊന്ന് ഉപയോഗിച്ചേട്ടാ. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഗ്യാസൊക്കെ തീർന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ ഇല്ല എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചില സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ സ്റ്റാൻഡിന്മേൽ ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈകൊള്ളാതെയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ആഗ്രഹം തോന്നി അഗാരോൻ്റെ ഈ ഒരു മൾട്ടി കെറ്റിൻ്റെ അകത്തേക്ക് മുട്ടയും പുഴുങ്ങാൻ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി പുഴുങ്ങാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഈ ഒരു സ്റ്റീമർ പ്ലേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് വെച്ചിട്ട് എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു ഭംഗിയാണ് ഇത് കാണാനും. ഇതിൽ ചെയ്യുമ്പോൾ എന്തോ നമ്മൾ ഈ ഗ്യാസ് അടുപ്പിലൊക്കെ ചെയ്യുന്നതിനേലും ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് ഇതിൽ ചെയ്യുമ്പോൾ. എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കറൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇതുവരെയും മേടിച്ചിട്ടില്ല. കാരണം നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ഉള്ളതുകൊണ്ട് നമ്മളത് മേടിച്ചിട്ടില്ല. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറൊരു സ്ഥലത്തേക്ക് പാചകം കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് എനിക്ക് മാറ്റി വെച്ചിട്ട് പാചകമൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിങ്ങനെ കൂടി ചെയ്തേക്കാം എന്ന് വിചാരിച്ച് സ്റ്റീമറിൻ്റെ മുകളിൽ ഉരുളക്കിഴങ്ങ് കൂടെ അരിഞ്ഞിട്ട് അപ്പോൾ വേഗം തന്നെ നമുക്ക് വേഗം തീരുകയും ചെയ്യും പണികൾ. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും സെക്കൻഡിലിട്ട് അത് കഴിഞ്ഞ് ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒന്നിലേക്ക് ഇട്ട്, അങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ഓഫ് ചെയ്യുകയും ചെയ്ത്. അപ്പം നമ്മൾ ഇങ്ങനെ നമ്മൾ തന്നെ കുറച്ചിട്ടില്ലെങ്കിൽ പോലും ഇതിൻ്റെ ചൂട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോ ആയിട്ട് തന്നെ ചൂട് കുറയും, ഓഫാകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓണായി വീണ്ടും ചൂടായിക്കോളും. പിന്നെയാണെങ്കിൽ ഇതിനകത്ത് വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കത്തി പിടിക്കുമോ എന്നുള്ള പേടിയൊന്നുമില്ല. കാരണം വെള്ളം വറ്റിയാൽ അപ്പം ഇത് കട്ട് ഓഫ് ആകും, ഒരു പ്രശ്നമില്ല. ശരിക്കും ഒരു പ്രത്യേകതയാണ് ഇതിൽ പാകം ചെയ്യുമ്പോൾ. ഇതിപ്പോൾ എനിക്ക് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊരു സാധനത്തിന് ആദ്യമായിട്ട് പരിചയപ്പെടുന്നിട്ട്. അതുവരെയും എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനൊരു സാധനം കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ റേനും കൂടി ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോയില്ല. അപ്പോൾ അതിൻ്റെ ആ കടയുടെ ഓപ്പോസിറ്റ് ഇതുപോലത്തെ ഈ സാധനങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പുണ്ട്. അപ്പോൾ റയനാണ് എന്നെ കാണിച്ചത്, മമ്മി ഒരുപാട് ടൈപ്പ് മൾട്ടി കെറ്റിലുകൾ ഇരിക്കണം കണ്ടാന്ന്. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അപ്പോഴാണ് നോക്കുന്നത്. എനിക്ക് അറിയാനേ പാടില്ലായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ സാധനം കിട്ടിയപ്പോഴത്തേക്കാണ് ഇത് വളരെ യൂസ്ഫുള്ളാണെന്നുള്ളത് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഒരിത്തിരി ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. കാരണം ഇതിൻ്റെ അടിവശത്ത് വെള്ളമാകരുത്. അടിവശത്ത് വെള്ളം ആയാൽ ഇത് പിന്നെ കേടായി പോകും. കാരണം അതിൻ്റെ
അതിൻ്റെ ഇലക്ട്രിക്കിൻ്റെ കണക്ഷനെല്ലാം വരുന്നത് അടിവശത്തല്ലേ, അപ്പോൾ അത് സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തിരി വിനാഗിരി എന്തെങ്കിലും ഒഴിച്ചൊന്ന് തുടച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പം മുട്ടയാണെന്നുണ്ടെങ്കിലും നല്ല പോലെ നമ്മൾ ഈ കലത്തിൽ പുഴുങ്ങുന്ന പാത്രങ്ങളിൽ കുക്കറിലൊക്കെ പുഴുങ്ങില്ലേ, അതിനേലും കുറേ കൂടി ബെറ്ററായിട്ടാണ് ഇതിലൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ നമ്മളുടെ എഗ്ഗിൻ്റെ മാത്രമായിട്ടുള്ള ബോയിൽ ചെയ്യണ അതില്ലേ, എഗ് ബോയിലർ, അപ്പോൾ അതിനകത്താണെന്നുണ്ടെങ്കിൽ നല്ല പോലെ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊണ്ടെല്ലാം ഇങ്ങനെ പറ്റി പിടിക്കാതെ വിട്ടുപോരെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും മുട്ടക്കറി മാത്രമേ വെക്കുന്നുള്ളൂ. കുറച്ച് പഴയ കറികളെല്ലാം ഫ്രിഡ്ജിലുണ്ട്, അതൊക്കെ ഒന്നെടുത്ത് പുറത്ത് വെക്കാം. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് ആകുമ്പോൾ ഓക്കെ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ പാല് ഒഴിച്ച മുട്ടക്കറി എന്ന് പറയുമ്പോഴത്തേക്കും എരിവെള്ള എന്തെങ്കിലും ഒരു സൈഡ് കറി ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു കറി ഇത് മാത്രം ഇട്ട് കഴിക്കാനായിട്ട്. ഒന്നില്ലെങ്കിൽ എനിക്കിതിരി അച്ചാറെങ്കിലും വേണം, അങ്ങനെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് കോവക്ക മെഴുക്ക് പുരട്ടിയതൊക്കെ ഉണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടിരിക്കണമായിരുന്നു. അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പുളിയും എരിവൊക്കെ ഇട്ടിരിക്കുന്നത്, കോവക്കൊക്കെ ഒരുവിധം പുളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കൂട്ടിയിട്ട് ഇതും കൂടി കഴിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ഇത്തിരി പരിപ്പ് കറിയുണ്ട്, അതെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ ഈ മുട്ടക്കറി കൂട്ടിയിട്ട് ഊണ് കഴിച്ചോളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാവർക്കും അത് തന്നെ മതി. അപ്പോൾ ഇന്നാണ് ഞാൻ പറഞ്ഞില്ല അവക്കാടം മേടിച്ച ആ ഒരു കഴിഞ്ഞിട്ട് 2 എണ്ണമല്ലേ മേടിച്ചത്. അപ്പോൾ അതിൽ ഒരെണ്ണം ആദ്യമായിട്ട് എടുത്താണ്, ആ ഒരെണ്ണം കൊട്ടടകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഇത്തിരി പാലൊഴിച്ച് ഒന്ന് അടിച്ചെടുത്ത് ഇത്തിരി ഹണി മാത്രം ഇട്ടു. പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇത്തിരി മിൽക്ക് മെയ്ഡ് കഴിഞ്ഞാലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ റയൻ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് റയൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ഇത് നല്ല ഗുണമുള്ള സാധനമാണെന്നാണ് പറയണത്. ഈ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് പോലെയൊക്കെ ഇങ്ങനെ മുഖം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സംഭവങ്ങൾ, അതുപോലെയുള്ള ഒരു നാച്ചുറലായിട്ട് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് 1-2 എണ്ണമൊക്കെ അല്ലേ നമ്മൾ മേടിക്കുള്ളൂ. ഇതൊക്കെ കണ്ടിന്യൂസ് കഴിക്കണോട്ടോ, എന്നാലേ ഇതിനുള്ള ഗുണമൊന്നും ഉള്ളു. അതൊന്നും ഓർത്തിട്ടല്ല നമ്മൾ മേടിച്ചു. ഇപ്പോൾ റയന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 എണ്ണം മേടിച്ചെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്ത് പിന്നെ അങ്ങോട്ട് തിരക്ക് പിടിച്ച് ഞാൻ വേഗം ഊണും കഴിച്ചിട്ട് കുളിച്ച് വന്നിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം ടൈം കഴിഞ്ഞ് 2:30ക്ക് എനിക്ക് എത്തണം നമ്മുടെ പള്ളിയിൽ, ഹാളിൽ എത്തണം. ഹാളിൽ വെച്ചാണ് മീറ്റിങ്. പക്ഷേ ഇല്ലേ 2:30ക്കാണ് ഞാൻ ഒരുവിധം ഭക്ഷണവും കഴിച്ച് കൊടുത്ത് വന്നത്. 2:30 മണിയായി. അപ്പോൾ എന്നെ ആക്കി തരാനായിട്ടാണെന്നുണ്ടെങ്കിൽ കാറിൽ പപ്പ ജോലി ഒരുപാടുണ്ടാകുന്നില്ല. അപ്പോൾ പപ്പ നട്ടുപിടിഞ്ഞിരിക്കണേ. അതുകൊണ്ട് എനിക്ക് പപ്പൻ്റെ അടുത്ത് ഒന്ന് കൊണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാനും സാധിച്ചില്ല. പപ്പ ഇങ്ങോട്ട് പറയണതാണ് സാറേ ഞാൻ കൊണ്ടാക്കി തരാം. പക്ഷേ പപ്പയും മിണ്ടിയില്ല. കാരണം പപ്പ അത്രയും ടയർഡാണ്, വേർത്ത് കുളിച്ചു നിൽക്കണേണ്. അപ്പം ഞാൻ റയൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പോൾ റയൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് നിൽക്കണമായിരുന്നു, അവിടെ കൊണ്ടാക്കി തരുന്നിട്ട് പോരാ. പക്ഷേ റയന് ഈ ചൂടത്ത് ഒന്നാമത് സമയം കഴിഞ്ഞ് പിന്നെ എനിക്ക് വെറുതെ റയന് ചൂടത്ത് നടത്തണ്ടല്ല എന്ന് വിചാരിച്ച് ഞാൻ വേഗം തന്നെ ഒരു ഓട്ടോയും പിടിച്ചാണ് നേരെ പള്ളിയിലോട്ട് പോയത് കേട്ടോ. അങ്ങനെ അതേ ഞാൻ മാത്രമാണ് ഊണ് കഴിച്ചത്. പപ്പയും റയനും പിന്നീട് കഴിച്ചോളാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഓടിപ്പോകാൻ നിൽക്കണേല്ലേ. അങ്ങനെ ഞാൻ ഓട്ടോക്ക് ഹാളിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുവിധം എല്ലാവരും വന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയോ. പിന്നെ നമുക്ക് അടുത്ത പണിയിരുന്ന് ചോറ്, പഴയ ചോറുണ്ടായതുകൊണ്ട് ഇപ്പോഴാണ് ചോറ് കുക്കറിൽ വെക്കണത്. അങ്ങനെ ചോറൊക്കെ വെച്ച് വന്ന് ചായയൊക്കെ ഇട്ട് ഞാനും പപ്പയും കൂടിയിട്ട് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഈ സൺഡേയിലെ വീഡിയോ. അപ്പോൾ പോയതും വന്നതും ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ആകെ വെപ്രാളത്തിലാണ് പോവുകയും വരെയൊക്കെ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആകെപ്പാടെ 12 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇപ്പോൾ വലിയ വീഡിയോ ഇടാത്തതെന്നൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ 2 ദിവസത്തെ വീഡിയോ ചേർത്ത് കുറച്ചെങ്കിലും ഒരു നീളം കിട്ടട്ടെ വീഡിയോ ഒക്കെ ഒന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തെ വീഡിയോ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് സംഗതി ക്ലീനിങ് ആയിരുന്നു. അത് ചെയ്തിട്ട് കുളിമുറി കഴുകൽ, പെരക്കകം തുടക്കൽ, ഇങ്ങനെയുള്ള ക്ലീനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പപ്പനെ കൊണ്ട് 3 തേങ്ങ ഒന്ന് പൊട്ടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചിരണ്ടി വെച്ച്, തേങ്ങ എൻ്റെ തീർന്നു പോയി. അപ്പോൾ തേങ്ങ ചിരണ്ടി വെച്ചാലേ നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരണ്ടി എടുക്കണം മടി ഓർത്തിട്ട് ഞാൻ ആ തേങ്ങ പരിപാടികളും മാറ്റി വേറെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തേങ്ങ അവിടെ കിടന്ന് അങ്ങനെ ഉണങ്ങി അവിടെ കിടന്ന് കൂടും. അപ്പോൾ തേങ്ങ വേഗം 3 എണ്ണം കൂടെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ദിവസത്തേക്ക് ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കണത് കേട്ടോ. ട്രെയിൽ അങ്ങ് അറ്റത്തേക്ക് വെക്കും. അപ്പോൾ നല്ല ഐസ് കട്ട പോലെ തന്നെ ഇരിക്കും, ഫ്രീസറിൽ വെക്കാറില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇത്തിരി റവ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, റവ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി അരിപ്പൊടിയും കൂടിയൊക്കെ ചേർത്ത് തേങ്ങയും ഒക്കെ ചേർത്ത് അതൊന്നുണ്ടാക്കി. അപ്പോൾ ഇന്ന് പഴവും റവ പുട്ടും മാത്രമാണ്.
അപ്പോൾ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ പണി കഴിഞ്ഞു. കാരണം വീഡിയോ വർക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പുട്ടുമ്മേൽ തന്നെ ഞാൻ നിർത്തണത്. അപ്പോൾ അത് ഇത്തിരി ചാളയും അയിലയൊക്കെ പപ്പ മേടിച്ചുകൊണ്ട് വന്ന് വെച്ചേക്കണേ കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പയുടെ അടുത്ത് രാവിലെ ഷാജിനെ വിളിച്ച് നോക്കട്ടെ, ഷാജി മീൻ കൊണ്ടുവരുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മതി, അല്ലെന്നുണ്ടെങ്കിൽ പോയി മേടിക്കണം. അപ്പോൾ ഏതായാലും ഷാജിനെ വിളിച്ചപ്പോഴത്തേക്കും ചുമയും തുമ്മലൊക്കെയാണ് കേൾക്കണം. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച് ആൾക്ക് പാടില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കിടപ്പാണ്, തീരെ വയ്യ. അങ്ങനെ ഓക്കെ എന്ന് വേണ്ട. അങ്ങനെ പപ്പ എന്നെ വിട്ടിട്ട് ഇത്തിരി നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ, പച്ച മീനാണ്. ചില സമയത്ത് പഴയ മീൻ കൊണ്ടുവരും കേട്ടോ. അതുകൊണ്ട് പപ്പനെ എനിക്ക് അത്ര വിശ്വാസമില്ല, മീൻ നോക്കി മേടിക്കാൻ അറിയില്ല. പക്ഷേ ഇന്നിപ്പോൾ ഏതായാലും പച്ച കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചാളയിൽ മാത്രം മേടിച്ചാൽ മതി, വേറെ മീനിലേക്കൊന്നും പോകണ്ട. അപ്പോൾ വേറെ മീനൊക്കെ ആണെങ്കിലാണ് പപ്പനെ അവർ പറ്റിക്കണത്. ചാളയും അയിലൊന്നും വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എല്ലാം വെട്ടിയെടുത്തുകൊണ്ട് വന്ന് പിന്നെ അതേം ഇത് റവ ഇട്ടിട്ട് ഒന്ന് പുരട്ടി വെക്കാമെന്ന് വെച്ചിട്ട് ചാള വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റവയാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. പിന്നെ സാധാരണ പോലെ തന്നെ കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഇത് കുറച്ച് തൈരും കൂടി ചേർത്തിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്യണം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മീൻ വറുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് ഏതായാലും ചെയ്ത് ചാള ചെയ്തുകൊണ്ട്, ചാള ചെറുതാണ്, വലിയ ചാളക്കാണ് ഇത് നല്ലത് എങ്കിൽ തന്നെ ഇപ്പോൾ ഇത് നല്ലത് തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വറുക്കുന്ന സമയത്താണെന്ന് നമ്മൾ എണ്ണയിലേക്ക് ഒരുപാട് വേസ്റ്റൊന്നും ഇറങ്ങില്ല. എണ്ണ വറുത്ത് കഴിഞ്ഞ എണ്ണ തെളിഞ്ഞ് കിടക്കും. സാധാരണ മീൻ വറുക്കണ എണ്ണയുടെ പോലെ ഒന്നും ആയിപ്പോവില്ല, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ അതങ്ങനെ പുരട്ടി വെച്ചിട്ട് പിന്നെ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, രാവിലെ എഴുന്നേറ്റിട്ട് ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ടാണ് കുളിച്ചത്. ഇത് അയില ഉണ്ടല്ലോ അത് തേങ്ങ അരച്ച് വെക്കാമെന്ന് ചോദിച്ചാൽ പുളിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. തേങ്ങ അരപ്പ് ഒന്ന് മൂപ്പിച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അധികം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം. വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ മൂക്കാനായിട്ട് ടൈം എടുക്കും വെള്ളമൊക്കെ വെച്ചിട്ട്. അപ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇന്ന് ഒരിത്തിരി മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്, വളരെ കുറച്ച് മാത്രം. മല്ലിപ്പൊടി ഇട്ടും മീൻകറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ അങ്ങനെ അങ്ങോട്ട് വെക്കാറില്ല. എങ്കിലും ഇന്ന് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി. അപ്പോൾ ഇത്തിരി മല്ലിപ്പൊടി കൂടുതൽ ഇട്ടിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയൊക്കെ സാധാരണ ഇടാറുണ്ട്, അത് അറിയാൻ കൂടിയില്ല. ഇത് പക്ഷേ ഇത്തിരിയും കൂടി 1 ടീസ്പൂണിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി, ഇതിനകത്ത് വെളുത്തുള്ളി ഇടാറില്ല അങ്ങനെ. അതിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് അരപ്പിട്ട് മൂപ്പിച്ച് പുളിയെല്ലാം കൂടി ചേർത്ത് ജാറ് കഴുകിയ വെള്ളവും എല്ലാം കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീനും കൂടി പെറുക്കിയിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അയില മുറിക്കാൻ വേണ്ടിയുള്ള വലിപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ഒറ്റ അയിലയിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ അയില ചാളയൊക്കെ വെട്ടിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ വെട്ടിക്കഴിയും. എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് അയിലും ചാളയൊക്കെ. എനിക്ക് മീൻ വെട്ടണതൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു മീനുകൾ വരുമ്പോഴത്തേക്ക് അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെ വെട്ടിയെടുക്കാനായിട്ട്. ഈ കൊഴുവ അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്കിഷ്ടം. ചാളയില മറ്റുള്ള മീനുകളൊക്കെ വെട്ടാൻ നല്ല ഇൻട്രസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അരപ്പൊക്കെ ഇട്ട് ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ തീയിലേക്കൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇനി അത് അപ്പുറത്തെ ചെറിയ ബർണറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വലിയ ബർണറിലേക്ക് നമുക്ക് ചോറിനുള്ള അരി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം പണി കഴിഞ്ഞ്. പിന്നെ ആ മീൻ വറുക്കാനുള്ളത് സാവധാനം വറുക്കാം കഴിക്കണതിന് മുമ്പായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10:30 മണി പോലും ആയിട്ടില്ല, 9:45 അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ സമയം. ആ സമയത്ത് നമുക്ക് കറികളും ചോറും ഒക്കെ റെഡിയായി കഴിഞ്ഞ്. അപ്പോൾ ഈ റവ ഇട്ട് വറുക്കുന്ന മീൻ വറുത്തതില്ലേ, അത് ഫ്രഷായിട്ട് കഴിക്കണം. ഇരുന്ന് കയറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്രിസ്പായിട്ടുള്ള സംഭവം പോയിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും, എങ്കിലും കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ അവക്കാഡോൻ്റെ കൂട്ടത്തിൽ 3 മാതളം നാരങ്ങയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാതളം ആരും പൊളിച്ചെടുക്കില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഓറഞ്ച് മേടിച്ച് ആരും പൊളിച്ചെടുക്കില്ല, അത് ഞാൻ തന്നെ പൊളിച്ച് കൊടുക്കണം. അപ്പോൾ ചില സമയത്തൊക്കെ എനിക്ക് അത് അത്ര വലിയൊരു താല്പര്യം തോന്നില്ല. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. ഇത് പൊളിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ, അത് 3 എണ്ണം പൊളിച്ചെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വയലേക്ക് കപ്പലണ്ടി ഇടുന്ന പോലെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് ഒരു നിവർത്തിയില്ല. അതിൻ്റെ കുരു കുറച്ച് ഹാർഡായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ പല്ലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും. അപ്പോൾ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിക്സിയിൽ ഇടിച്ചെടുത്തതാണിപ്പോൾ. അതിൻ്റെ ആ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെള്ളം ചേർക്കാതെ ആദ്യം നല്ല കട്ട മധുരം എന്നിട്ട് അത് കുടിച്ച്, അത് കഴിഞ്ഞ് പിന്നെ അത് ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് പിഴിഞ്ഞെടുത്ത് അതും കൂടി കുടിച്ചേട്ടാ. ആരോടും പറഞ്ഞതുമില്ല, മിണ്ടിയില്ല, ഞാൻ തന്നെ കുടിച്ച്. കാരണം ആർക്കും കഴിയില്ല, ഇതൊക്കെ അവിടെ നിന്ന് ചീഞ്ഞ് പോയാൽ പോലും ആരും തൊടൂല അതേൽ. അന്ന് ആപ്പിള് പേരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കാമല്ല, അത് ഇങ്ങനെ പൊളിച്ച് കളയാനൊന്നുമില്ല. അപ്പോൾ അത് കഴിക്കും, ഇതൊന്നും ആരും തൊടൂല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അസൂയ എനിക്കപ്പോൾ വന്ന് ഞാൻ തന്നെ അതങ്ങോട്ട് കഴിച്ച്. അങ്ങനത്തെ ഊണ് കഴിക്കാൻ തരുമ്പോഴാണ് ചാളയൊക്കെ വറുത്ത് റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ റൂബി ഹാപ്പി ആയിട്ട് ഇതേ മുകളിലേക്ക് കയറണം നമ്മുടെ കൂടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്